ആർക്കാണ് കളിക്കാൻ ഇഷ്ടമില്ലാത്തത്? കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗെയിം തീർച്ചയായും ഇഷ്ടമായിരിക്കും. ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, കമ്പ്യൂട്ടർ ഗെയിംസ്, ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിച്ച് ബോറടിച്ച നിങ്ങൾക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഗെയിം മോസ്റ്റ് ഹോണ്ടഡ് പാരനോർമൽ ഗെയിംസ് ആണ്. പാരനോർമൽ ഗെയിംസ്. ലോകം മുഴുവനിലെയും ജനങ്ങൾക്ക് അമാനുഷികമായ ഗെയിം കളിക്കുന്നതിൽ ആകാംക്ഷയുണ്ട്. എത്രത്തോളമാണോ ഭയമുള്ളത് അത്രത്തോളം തന്നെ അവർക്ക് ആ ഗെയിം കളിക്കാനുള്ള ഒരാകാംക്ഷയുമുണ്ട്. ഇതിനകം തന്നെ നമ്മൾ പാരനോർമൽ ഗെയിംസിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചവരാണ്. ഇന്നും അതുപോലെ ചില പാരനോർമൽ ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. The Stair Game. ഗെയിമിന്റെ ഒറിജിൻ ശരിയായി അറിയില്ലെങ്കിലും ഇത് അമേരിക്കയിലാണ് കൂടുതലായും കളിക്കുന്നത്. ഈ ഗെയിം കളിക്കാൻ ഒരു വ്യക്തി മതിയാകും. നിങ്ങൾക്ക് ആവശ്യം ഒരുപാട് പടികളുള്ള ഒരു വലിയ കെട്ടിടം അല്ലെങ്കിൽ ഒരൊറ്റപ്പെട്ട സ്ഥലം. കൂടുതലായും രാത്രി സമയത്താണ് ഈ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഗെയിം കളിക്കാനുള്ള ശരിയായ സമയം. ഈ ഗെയിമിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അശുദ്ധ ശക്തികളുടെ ആശീർവാദം ലഭിച്ച് ആഗ്രഹിച്ച കാര്യം നടക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളുടെ പക്കൽ യാതൊരു ആയുധവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വെളിച്ചം ആവശ്യമാണ് എന്ന് ചിന്തിച്ച് ടോർച്ച്, സെൽഫോൺ ഒന്നും തന്നെ കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ല. ഈ ഗെയിമിന്റെ പ്രധാനപ്പെട്ട റൂൾ, നിങ്ങൾ ഭയപ്പെടാനേ പാടില്ല. അങ്ങനെ ഭയന്നാൽ അശുദ്ധ ശക്തികൾ നിങ്ങളെ ഇരുണ്ട ലോകത്തേക്ക് കൊണ്ടുപോകും. ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് ഇപ്പോൾ അറിയാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പടിക്കെട്ടിന് മുൻപിൽ വന്ന് നിൽക്കുക ഒറ്റയ്ക്ക്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഐ കം ബിഫോർ യു ടുഡേ ലൂസിഫർ, ഓപ്പൺ ദി ഗേറ്റ്സ് ഓഫ് യുവർ കിങ്ഡം ഫോർ മീ. ഇത് 3 തവണ പറയണം. അതിനുശേഷം കണ്ണുകൾ വീണ്ടും തുറക്കാതെ ഒരു ബ്ലൈൻഡ് ഫോൾഡ് കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കെട്ടണം. ഏത് സാഹചര്യത്തിലും നിങ്ങൾ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ ഒരു തവണ ഡീപ് ബ്രീത്ത് ചെയ്യുക. എന്നിട്ട് ആ പടി കയറാൻ തുടങ്ങുക. ഓരോ പടികൾ കയറുമ്പോഴും ആ എണ്ണം മനസ്സിൽ സൂക്ഷിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു റൂളാണ്. അവസാന പടി എത്തിയതും എത്ര പടികൾ നിങ്ങൾ കയറി എന്നുള്ളത് മനസ്സിൽ ഓർത്തിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ 20 പടി കയറിയെങ്കിൽ ആ 20 എന്ന സംഖ്യ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോ നിങ്ങൾ തിരിഞ്ഞു നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി വരണം. ആദ്യ പടിക്കെട്ടിലേക്ക് വരണം. ഓരോ പടി ഇറങ്ങുമ്പോഴും നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണം. അവസാന പടി എത്തുമ്പോൾ 20 എന്ന സംഖ്യയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഗെയിം തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായാണ് ഗെയിം കളിച്ചത്. കണ്ണ് തുറക്കാതെ നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ കളിക്കേണ്ടി വരും. അങ്ങനെ ഗെയിം വീണ്ടും ആദ്യം മുതൽ കളിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പടികളുടെ എണ്ണം കൂടി വരികയാണെങ്കിൽ, അതായത് 20, 21, 22 ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഗെയിം തുടങ്ങി എന്നാണ് അർത്ഥം. ഇപ്പോൾ നിങ്ങൾ പാതാള ലോകം എന്ന് പറയപ്പെടുന്ന അണ്ടർ വേൾഡിനുള്ളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ യാതൊരു സാഹചര്യത്തിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ ജീവൻ അവിടെ തന്നെ അകപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓരോ പടികളായി ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള ചുമരുകൾ തകരുന്നത് പോലുള്ള ശബ്ദം കേൾക്കാം. കാതുകൾക്കടുത്ത് ആരോ വന്ന് പിറുപിറുക്കുന്നത് പോലുള്ള ശബ്ദങ്ങളും കേൾക്കാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഭയമില്ലാതെ വിശ്വാസത്തോടു കൂടി സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം നടക്കുകയുള്ളൂ. നിങ്ങൾ എത്ര പടി ഇറങ്ങുന്നു എന്നുള്ളത് മാത്രം മനസ്സിൽ ചിന്തിക്കുക. ആ എണ്ണം മാത്രം ഒരിക്കലും തെറ്റരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ആത്മാവിലുള്ള അശുദ്ധ ശക്തി എത്രത്തോളം അധികമാണോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ആ അണ്ടർ വേൾഡിലേക്ക് എത്തും. നിങ്ങളെ ചുറ്റി ചൂട് അധികമാകും. വളരെ വിചിത്രമായ രീതിയിലുള്ള ദുർഗന്ധം വരാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടാൻ പാടില്ല. ഇപ്പോ നിങ്ങൾ അണ്ടർ വേൾഡിനുള്ളിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു സ്ത്രീയുടെ ശബ്ദം വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കും. ആ സ്വരം വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. എന്നാൽ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. നിനക്ക് എന്ത് വേണമെന്ന് ആ ശബ്ദം നിങ്ങളോട് ചോദിക്കും. വളരെ ശാന്തമായ രീതിയിൽ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ചോദിക്കണം. അതിനാ സ്ത്രീ സ്വരം മറുപടി പറയില്ല. ഇപ്പോ നിങ്ങൾ കണ്ണുകൾ തുറക്കാതെ തിരിഞ്ഞു നിന്ന് പടികൾ കയറി തിരികെ പോകാം. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആ എണ്ണം മറക്കാൻ പാടില്ല. അങ്ങനെ ആദ്യത്തെ പടി എത്തിയതും കണ്ണു തുറന്ന്
വീണ്ടും ഡീപ് ബ്രീത്ത് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗെയിം ശരിയായി കളിച്ചെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അണ്ടർവേൾഡിനുള്ളിൽ നടന്നു പോകുമ്പോൾ ഭയപ്പെടാനോ പരിഭ്രാന്തരാകാനോ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അവിടെ തന്നെ അകപ്പെടുകയും നിങ്ങളുടെ യഥാർത്ഥ ലോകത്തേക്ക് വരാനും സാധിക്കില്ല. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ലൂസിഫർ എന്ന ഡാർക്ക് ഏഞ്ചലിനെ ആരാധിക്കുന്ന രീതിയിൽ ചിലർ ഈ ഗെയിം കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അർബൻ ലെജൻഡുമുണ്ട്. അമാനുഷികമായ അർബൻ ലെജൻഡ് കഥകളെ ക്രീപ്പി പാസ്ത എന്നാണ് പറയുന്നത്. ബ്ലാക്ക് മാജിക്കുകൾ പിന്തുടരുന്ന ചിലർ, അങ്ങനെയുള്ള ജനങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുമെന്നും മറ്റൊരു അഭിപ്രായമുണ്ട്. എങ്ങനെയായാലും കഥകളെ കഥകളാക്കി മാത്രം കാണണം, അത് ട്രൈ ചെയ്ത് നോക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. 11 മൈൽ ചാലഞ്ച്. നിങ്ങൾക്ക് ലോങ് ഡ്രൈവ് പോകുന്നത് ഇഷ്ടമാണെങ്കിൽ, അതും രാത്രി സമയത്ത് കാർ എടുത്തുകൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഇതുവരെയും കണ്ട ഗെയിംസിൽ ഇത് വളരെ സേഫസ്റ്റ് ഗെയിം എന്ന് പറയാം. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഒറ്റയ്ക്കും കളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കളിക്കാം. ഈ ഗെയിം വളരെ സിമ്പിൾ ആണ്. ട്രാഫിക് ഒട്ടും തന്നെ ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു റോഡ് തിരഞ്ഞെടുക്കുക, അവിടെ കാർ ഓടിക്കുക. ഈ ഒരു ഗെയിം രാത്രിയാണ് കളിക്കേണ്ടത്. ഈ ഗെയിമിന്റെ കോൺസെപ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ, 11 മൈൽ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കണം അല്ലെങ്കിൽ സങ്കല്പിക്കണം. ഈ ഒരു ചാലഞ്ചിന്റെ അവസാനത്തിൽ, അതായത് 11 മൈൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിച്ചാണോ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് അത് നിങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കും എന്നും പറയുന്നു. ഈ ഒരു ഗെയിം കളിക്കാൻ ഒരുപാട് പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട്. ഈ ചാലഞ്ച് അവസാനിക്കുന്നത് വരെയും, അതായത് 11th മൈൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും നിങ്ങൾ കാർ എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഏതൊരു കാരണവശാലും AC, റേഡിയോ ഓൺ ചെയ്യാൻ പാടില്ല. കാർ വിൻഡോസ് ക്ലോസ് ആയിരിക്കണം. വളരെ പ്രധാനമായി കാർ 30 സ്പീഡ് കവിയാൻ പാടില്ല. വീണ്ടും ഒരുപാട് റൂൾസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കാം. ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓരോ മൈലെത്തുമ്പോഴും പല അമാനുഷികമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ട്രൈ വൺസ്. ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരു ഗെയിം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കളിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു ഗെയിം മനുഷ്യരുമായി ഒളിച്ചു കളിക്കുന്ന ഗെയിം അല്ല. ഇത് നമ്മൾ ഒരു അമാനുഷിക ശക്തിയുമായാണ് കളിക്കുക. ഈ ഒരു ഗെയിം ഹൈഡ് ആൻഡ് സീക്ക് ഡീമൺ എഡിഷൻ എന്നും പറയും. ഈ ഗെയിം കളിക്കാൻ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കണം. കൃത്യം രാത്രി 12 മണിക്ക് ഗെയിം തുടങ്ങണം. വീട്ടിലുള്ള എല്ലാ കതകും ജനാലയും അടച്ചതിനു ശേഷം ലൈറ്റ് ഓഫ് ചെയ്യുക. ഇപ്പൊ ബാത്റൂമിനുള്ളിൽ പോയി കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിൽക്കുക. ഒരു തീപ്പെട്ടിക്കൊള്ളി കൊളുത്തി അത് മുഴുവനായും കത്തി അണയുന്നത് വരെ കാത്തിരിക്കുക. എന്നിട്ട് കണ്ണാടിയെ നോക്കി, നീ ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം, നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയണം. പെട്ടെന്ന് വീടിനുള്ളിൽ ആരെങ്കിലും നടക്കുന്ന ശബ്ദം, പിറുപിറുക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ വിചിത്രമായ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ സുരക്ഷിതമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഒളിച്ചിരിക്കുക. 3 മണിവരെയും നിങ്ങൾ ഈ ഡീമന്റെ കണ്ണിൽ പെടാനേ പാടില്ല. ഒരു പക്ഷെ അങ്ങനെ ഡീമന്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് പറയുന്നത്. 3 മണിയായതും ആ ഗെയിം അവസാനിക്കും. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ലിവിംഗ് റൂമിനുള്ളിലേക്ക് പോയി വളരെ ഉച്ചത്തിൽ, എന്റെ കൂടെ ഗെയിം കളിച്ചതിന് വളരെ നന്ദി, ഇപ്പോ നിങ്ങൾക്ക് പോകാം. ഇതിനുശേഷം ഈ വീട്ടിലിരിക്കാൻ നിങ്ങൾക്ക് അനുവാദമേ ഇല്ല എന്ന് പറഞ്ഞ് ആ ഗെയിം അവസാനിപ്പിക്കണം. ഇത് ഒരു ഡാർക്ക് വെബിൽ നിർമ്മിച്ച ഒരു കമ്പ്യൂട്ടർ ഗെയിമാണ്. ഈ ഗെയിം ആദ്യമായി കളിച്ചത് ഒബ്സ്ക്യൂർ ഹോർണർ കോർണർ ചാനലിലെ യൂട്യൂബറാണ്. ആരംഭത്തിൽ ഇത് ഒരു സാധാരണ ക്രീപ്പി ഹോറർ ഗെയിം എന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഈ ഒരു ഗെയിം വിശദീകരിക്കാനേ കഴിയാത്ത അമാനുഷികത നിറഞ്ഞതാണ്. തുടക്കത്തിൽ നിങ്ങൾ ഒരു ഇരുണ്ട ഹാൾവേയിൽ നടന്നു പോകുന്നത് പോലെ തോന്നും. അങ്ങനെ പോകുമ്പോൾ ചില ഫുട് സ്റ്റെപ്സ് നിങ്ങളെ ഫോളോ ചെയ്യും. അതുമാത്രമല്ല, ഈ ഒരു ഗെയിം കളിച്ച പലർക്കും റിയൽ ടൈമിൽ ആരോ അവരുടെ കാതിൽ കിൽ കിൽ എന്ന് പറയുന്നത് പോലെ കേട്ടിട്ടുണ്ട്. ഹോൾവേയുടെ അവസാനം വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങളും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട വിക്ടിംസിന്റെ ചിത്രങ്ങൾ, വളരെ വിയേർഡായ R-rated ഫോട്ടോസ് എല്ലാം സ്ക്രീനിൽ ഫ്ലാഷ് ആകും. ഈ ഒരു ഗെയിമിന്റെ നിയർ എഡിഷൻ പോലീസ് തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ റിവൈസ്ഡ് എഡിഷൻ
നെറ്റിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലോസറ്റ് ഗെയിം. ഈ ഒരു ഗെയിമിൽ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ നരകത്തിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ടുപോകും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുറിക്കുള്ളിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഒരു മാച്ച് ബോക്സും എടുത്തുകൊണ്ട് ബാത്റൂമിനുള്ളിലെ ക്ലോസറ്റിൽ ഇരിക്കുക. ഇപ്പോ ഷോ മീ ദ ലൈറ്റ് ഓർ ലീവ് മീ ഇൻ ഡാർക്ക്നെസ് എന്ന് പറയുക. നിങ്ങളുടെ കാതിൽ ആരോ സംസാരിക്കുന്നത് പോലുള്ള പിറുപിറുക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കും. ഉടൻ തന്നെ അല്പസമയം പോലും കാത്തിരിക്കാതെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മാച്ച് ബോക്സ് എടുത്ത് ഒരു തിരി കൊളുത്തുക. എന്നിട്ട് ആ ക്ലോസറ്റ് വിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. ഒരു പക്ഷേ നിങ്ങൾ അവിടെ നിന്നും പോകാൻ ഒരല്പം വൈകുകയാണെങ്കിൽ ആ ഡീമൺ നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ ക്ലോസറ്റ് വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അതിനുശേഷം ഏത് സമയത്തും ആ ക്ലോസറ്റിനെ നിങ്ങൾ ഇരുട്ടിൽ ക്ലോസ് ചെയ്യാനോ തുറക്കാനോ പാടില്ല. ലിവിംഗ് ഡോൾ. ഈ ഒരു ഗെയിമിന് നിങ്ങൾക്ക് ഏത് ഡോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഒരു ഗെയിം നിങ്ങൾ ഒരുപാട് പേരുമായി ഗ്രൂപ്പായി കളിക്കാം. ഒരു കണ്ണാടി രണ്ട് ഭാഗത്തും ഫേസ് ചെയ്യുന്ന രീതിയിൽ ഉറപ്പിക്കുകയും അതിനു മുൻപിൽ 2 മെഴുകുതിരി കത്തിച്ചു വെക്കുക. നടുവിൽ നിങ്ങളുടെ പാവയെ നിങ്ങൾ വയ്ക്കുക. ഇതിനായിട്ടുള്ള ചില വാചകങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും ക്യാൻഡിൽ ഓഫ് ചെയ്ത് വളരെ വേഗത്തിൽ എവിടെയെങ്കിലും ചെന്ന് വിളിക്കണം. ഇപ്പോ ആ ഡോൾ നിങ്ങളെ തിരഞ്ഞു വരും. ഈ ഒരു ഗെയിമിന്റെ പ്രൊസീജിയർ ഇന്റർനെറ്റിൽ ഉണ്ട് എന്നതല്ലാതെ ഈ ഗെയിമിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ക്രോസ് റോഡ്. ഇതിന് സുജിഹറ എന്ന മറ്റൊരു പേരുമുണ്ട്. ഇത് ഒരു ജാപ്പനീസ് ഗെയിമാണ്. ഈ ഒരു ഗെയിം കളിച്ച പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം ജപ്പാനിൽ ബാൻ ചെയ്തിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3, 4 റോഡുകൾ ക്രോസ് ആകുന്ന ഒരു ജംഗ്ഷൻ, അവിടെ ചെന്ന് നിങ്ങൾ നിൽക്കണം. എന്നിട്ട് നിങ്ങളുടെ മുടി നിങ്ങൾ ചീകണം. അതിനുശേഷം നിങ്ങളുടെ മുഖം തുണി കൊണ്ട് മറയ്ക്കണം. ഇപ്പോ ആ റോഡ് വഴി വരുന്ന ആദ്യത്തെ വ്യക്തിയോട് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം. ഏതൊരു കാരണം കൊണ്ടും ആ വ്യക്തി നിങ്ങളുടെ മുഖം കാണാനേ പാടില്ല. കൂടുതലായും ആ വ്യക്തിയുടെ പക്കൽ നിന്ന് പോസിറ്റീവായ നല്ല മറുപടികൾ ഒന്നും തന്നെ വരില്ല എന്നാണ് പറയുന്നത്. കോർണർ ഗെയിം. 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി ഈ ഗെയിം കളിക്കാം. ആരുമില്ലാത്ത ഒരു കെട്ടിടത്തിലാണ് ഇത് കളിക്കേണ്ടത്. കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് 4 പേരും അവരവരുടെ പേരുകൾ 3 തവണ പറഞ്ഞുകൊണ്ട് കയറണം. ഈ 4 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കണം. അവരെ സ്പീക്കർ ആക്കണം. അവരാണ് അതിനുശേഷം സംസാരിക്കേണ്ടത്. പിന്നീട് ഈ 4 പേരും അവർ നിൽക്കുന്ന മുറിയുടെ ഓരോ മൂലയ്ക്കായി ചെന്ന് നിൽക്കണം. ചുമരിനെ ഫേസ് ചെയ്തതുപോലെ നിൽക്കണം. എന്നിട്ട് സ്പീക്കർ 3 തവണ എണ്ണണം. എണ്ണി അവസാനിച്ചത് 4 പേരും അടുത്തടുത്ത മൂലയിലേക്ക് പോകണം. ആ സമയത്ത് ആരെങ്കിലും ഒരാൾ കാണാതാകും. അങ്ങനെ കാണാതാവുകയാണെങ്കിൽ മാത്രം ഓരോരുത്തരും അവരവരുടെ പേരുകൾ തല കീഴായി 3 തവണ പറയണം. പറഞ്ഞ് അവസാനിപ്പിച്ചതും ഒരു വിളക്ക് കത്തിക്കണം. ആ സമയം ഈ കാണാതായ വ്യക്തിയുടെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു അമാനുഷികമായ ശക്തിയുണ്ട്. നമ്മൾ ഈ പറയുന്ന ഗെയിംസ് എല്ലാം ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. ഇങ്ങനെയുള്ള ഗെയിംസ് എല്ലാം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ, ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാം ഇത് പറഞ്ഞു തന്നത്. ഏതൊരു കാരണം കൊണ്ടും ഈ പറയുന്ന ഗെയിമുകൾ ആരും തന്നെ ട്രൈ ചെയ്ത് നോക്കരുത്. കഥകളായി മാത്രം കണ്ട് ആസ്വദിക്കുക. ഇങ്ങനെയുള്ള പാരനോർമൽ ഗെയിംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള ഗെയിംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും അമാനുഷികമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.